കേൾക്കാമോ ക്ലിയർ ആയിട്ട്? കേൾക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയുണ്ട് ചൂടൊക്കെ? നിങ്ങക്ക് ചൂടൊക്കെ കൂടിയോ കുറവാണോ എങ്ങനെയാണ്? ഇവിടെ ഭയങ്കര ചൂടാണല്ലേ? കൂടുതലാണ്. ഫുഡ് പേഴ്സ് കംപ്ലീറ്റ് ചെയ്തല്ലോ മിസ് അല്ലേ? മിസ് റൂട്ട് വേർഡ്സ് കംപ്ലീറ്റ് ചെയ്തോ? Sita, everything is okay? Sita. Okay, Anna. Okay. Preparations start ചെയ്യാം നമുക്ക്. അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ടിക്ക് ചെയ്യാൻ പറയുന്നത് ടിക്ക് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കേടോ. ഓ പണിയാണല്ലോ അപ്പൊ. ചെറിയൊരു ക്യാമ്പ് പോലെ ആയിട്ടുണ്ടോ പോലെ? സജിത്ത് കെ പി എന്ന് പറഞ്ഞ അക്കൗണ്ടിലുള്ളത് ആരാണോ? സജിത്ത് കെ പി. പേര് പറഞ്ഞോളൂ. Okay, abbreviations start ചെയ്യാം. First one, A and P, anatomy and physiology. A and P, anatomy and physiology. Tick ചെയ്തോളൂ കേട്ടോ. First, anatomy and physiology. നമ്മളിതിൽ abbreviation expansion form ആണ് പറയുന്നത് കേട്ടോ. ഷോർട്ട് ഫോംസിന്റെ എക്സ്പാൻഡഡ് ഫോംസുകളാണ് നമ്മളിവിടെ പറയുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ഓരോ വേർഡ്സ് പറയും, അബ്രിവേഷൻസ് പറയും, അതിന്റെ എക്സ്പാൻഷൻസ് പറയും. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടിക്ക് ചെയ്ത് തരും, അത് പഠിക്കാം. ഓക്കെ, എന്താണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി സിസ്റ്റം അല്ലെ? നമ്മുടെ ശരീരഘടനയെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ് അതിൽ വരുന്നത് അല്ലെ, അനാട്ടമിയിൽ. ദെൻ സെക്കൻഡ് വൺ, എ ബിഫോർ. എ ഹൈഫൺ വരുന്നത് എന്താണ്? ബിഫോർ എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, എ ഓഫ് ഈച്ച് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് പ്രിസ്ക്രിപ്ഷൻ. നമ്മൾ എ ഉപയോഗിക്കുന്നത് പ്രിസ്ക്രിപ്ഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈക്വൽ ക്വാട്ടാസ് ഓഫ് ഈച്ച് എന്ന് പറഞ്ഞ് എഴുതാറില്ലേ നമ്മള്? കണ്ടിട്ടില്ലേ? ഇപ്പൊ രണ്ട് മരുന്നുകളൊക്കെ ഈക്വൽ ആയിട്ട് വരുമ്പോൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്ക് ഉപയോഗിക്കുന്നത്, ഈച്ച് എന്ന രീതിയിൽ കേട്ടോ. പ്രിസ്ക്രിപ്ഷൻസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. Then ABD, abdomen. ABD stands for abdomen. ABD, abdomen. ABG, arterial blood gas. Arterial blood gas. Tick ചെയ്യാ ട്ടോ. Tick ചെയ്യാ. ABG tick ചെയ്തേ. Arterial blood gas. ABG, arterial blood gas. Then AC, before meals. പ്രിസ്ക്രിപ്ഷൻസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് അല്ലെ? AC എന്താണ്? ബിഫോർ മീൽസ് ആണ് കേട്ടോ. ദെൻ ACLS അറിയാൻ സാധിക്കും. ACLS എന്താണ്? അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ചെയ്യാട്ടോ. ACLS
advanced cardiac life support. ACLS, advanced cardiac life support. Then ad lib, as much as desired. Ad lib, as much as desired. അതായത് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് as much as desired. Ad lib, as much as desired. ആവശ്യത്തിനനുസരിച്ച്. Okay. നോക്കാം. A and B, anatomy and physiology. A before AA of each, ABD abdomen, ABG arterial blood gas, AC before meals, ACLS advanced cardiac life support and ad lib as much as desired. അതിൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞത് ഫസ്റ്റ് വൺ, ഫിഫ്ത് വൺ, സെവൻത് വൺ, മൂന്നെണ്ണമാണ് കേട്ടോ. പാരഗ്രാഫ് ആ പേജിൽ വരുന്നത് മൂന്നെണ്ണമാണ്. ഓക്കെ ആണോ? യെസ്. എല്ലാവർക്കും ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ? PDF ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ് അബ്രിവേഷൻസ് നോക്കാം. ADL, activity of daily living. ADL stand for activity of daily living എന്നാണ് മീനിങ്. എക്സ്പാൻഡഡ് മറ്റൊരു കേട്ടോ. Then AED, അറിയാലോ, automated external defibrillator. AED is automated external defibrillator. Then 11th one, AF, atrial fibrillation. Atrial fibrillation, AF. എന്താണ് atrial fibrillation എന്ന് പറയുന്നത്? ഇറഗുലർ ആയിട്ടുള്ള റാപ്പിഡ് ഹാർട്ട് റിതം ആണ്. ഇറഗുലർ ആയിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഇറഗുലർ റാപ്പിഡ് ഹാർട്ട് റിതം ആണ് atrial fibrillation എന്ന് പറയുന്നത് കേട്ടോ. ക്രമരഹിതമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം എന്നാണെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഏട്രിയത്തിന്റെ മുകളിൽ തറയിലായിട്ട് എന്താണ് ഏട്രിയയിൽ ഉണ്ടാകുന്ന ക്രമരഹിതമായിട്ടുള്ള ഹൃദയമിടിപ്പിനെയാണ് നമ്മൾ ആദ്യം ഫിബ്രിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ടിക്ക് ചെയ്യണമെന്ന് പറയാം. AIDS, ടിക്ക് ചെയ്തോളൂ. AIDS, acute immunodeficiency syndrome. AIDS എന്ന് പറയുന്നത് അല്ലെ, acute immunodeficiency syndrome, AIDS. ടിക്ക് ചെയ്യാം കേട്ടോ. അത് രണ്ടാമത്തേത് ടിക്ക് ചെയ്യാം. Then AK, above the knee. AK, above the knee. ഇതാണ് മുട്ടിന് മുകളിൽ അല്ലെ, above the knee, മുട്ടിന് മുകളിൽ. AKA, above the knee amputation. Above the knee amputation. എന്താണ് നമ്മൾ മുട്ടിന് മുകളിൽ കാല് വെച്ചിരിക്കുന്നതാണ്, മുറിക്കുന്നതിനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. About the knee amputation. A-line, arterial line. A-line, arterial line. എന്താണ് A-line എന്ന് പറയുന്നത്? അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? A-line, നമ്മുടെ ആർട്ടറിയിലേക്ക് ഒരു ടൈപ്പ് ഓഫ് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് കേട്ടോ ആർട്ടീരിയൽ ലൈൻ എന്ന് പറയുന്നത്. Then 16 ടിക്ക് ചെയ്യാം കേട്ടോ. 16ാമത്തെ ടിക്ക് ചെയ്യാം. AMA, against medical advice. AMA, against medical advice. AMA കുറിച്ച് നമ്മള് മൊഡ്യൂൾ 3 അതുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജ് പ്രോസസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ടും രണ്ടൊന്നു തന്നെയാണ്. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോംസ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് എന്നൊക്കെയാണ്, അതൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ 3rd മൊഡ്യൂളിലേക്ക് പഠിക്കുന്നതാണ്. 16 ടിക്ക് ചെയ്യുക. AMA stand for against medical advice. Then AMP, ambulatory. AMP, ambulatory, നടക്കാവുന്നത് അല്ലെങ്കിൽ നീങ്ങുന്നത് എന്നൊരു മീനിങ് കേട്ടോ. Then AMI, acute myocardial infarction. അതിനെ ടെക്നിക്കലി കോഡ് എങ്ങനെ പറയുന്നത്? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം അല്ലെ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ പറയുന്നത് എന്താണ്? ഹാർട്ട് അറ്റാക്ക്. ഓക്കെ. AMI is acute myocardial infarction. Okay.
Then AMS. എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? Can you hear me? Yes. Then AMS, altered mental status. AMS, altered mental status. എന്താണ്? Altered mental status ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന mental status ആണ്. ഓക്കെ, ഇത് ഒരേപോലെ തുടരുന്നല്ല, മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു മെന്റൽ സ്റ്റാറ്റസിനാണ് AMS എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 20. ANT, anterior. ANT, anterior. Anterior എന്ന് പറയുമ്പോൾ എന്താണ്? Anterior മുൻഭാഗം, മുകളിൽ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. മുൻഭാഗം അല്ലെങ്കിൽ മുകളിൽ. Yes. Then 20, 21 ഇരിക്കുക കേട്ടോ. 21 AOX4. AOX4, alert and oriented to person, place, time and self. എന്താണത്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? AOX4 എന്ന് പറയുന്നത് ഇവിടെ നമ്മള് പേഷ്യന്റിന്റെ ഒരു മെന്റൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു A4 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു 4 ക്വസ്റ്റ്യൻസ് വരും. 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ പറ്റിയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്? പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. അതായത് നമ്മൾ ചോദിക്കുന്നത് വേർ ആർ യു, പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ വേർ ആർ യു ഒക്കെയാണ്. ദെൻ അതേപോലെ തന്നെ വേർ ആർ യു ഉണ്ടാവും അല്ലെ, ഹു ആർ യു എന്ന് ചോദിക്കും. ഹു ആർ യു, വേർ ആർ യു ഉണ്ടാവും. അതേപോലെ ടൈമും പ്ലേസും ചോദിക്കും. ദെൻ വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചത്. അതിനാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത് എന്താണ്? AOX4 എന്ന് പറയുന്നത്. ഈ 4 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ. യെസ്, മനസ്സിലായോ? AOX4 എന്ന് പറയുന്നത് 4 ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാൻ വേണമെങ്കിൽ ഹു ആർ യു, വേർ ആർ യു ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്? ടൈം ആൻഡ് പ്ലേസ്, വാട്ട് ടൈം ആൻഡ് പ്ലേസ്, പിന്നെ വാട്ട് ഹാപ്പൻ. ഓക്കെ, മനസ്സിലായോ? മെന്റൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ചോദ്യങ്ങൾ അവിടെ ചോദിക്കപ്പെടുന്നത്. ഓക്കെ, അതിൽ ആള് കോൺഷ്യസ് ആണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, then AP 21 പിക്ക് ചെയ്യാം കേട്ടോ. 21 പിക്ക് ചെയ്യാം. AP, anterior, posterior, front to back, action potential, angina pectoris, anterior pituitary, arterial pressure. അപ്പൊ APയുടെ പല എക്സ്പാൻഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പല എക്സ്പാൻഷൻസ് വരുന്നുണ്ട്. ആർട്ടീരിയോ പോസ്റ്റീരിയർ എന്ന് വരുന്നുണ്ട്, ഫ്രണ്ട് ടു ബാക്ക് എന്നുണ്ട്. അതായത് ആർട്ടീരിയോ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഭാഗം, ഫ്രണ്ട് ടു ബാക്ക് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നുള്ളത്. അതേപോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ, then angina pectoris എന്ന് വെച്ചാൽ ആൻജിന എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അല്ല, നെഞ്ചുവേദന എന്നുള്ള മീനിങ് ആണ് കേട്ടോ. 21 ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞത്. 21 AOX4. ഓക്കെ, പിന്നെന്താണ്? ആർട്ടീരിയൽ പ്രഷർ. നമ്മൾ ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് കേട്ടോ. ആർട്ടറിയിൽ അനുഭവപ്പെടുന്ന പ്രഷർ. അപ്പൊ APക്ക് തന്നെ പല എക്സ്പാൻഷൻസ്, 5 രീതിയിൽ എക്സ്പാൻഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. Anterior posterior, front to back, action potential, angina pectoris, anterior pituitary, and arterial pressure. Okay. Then 23 നോക്കാം. APC. APC. ഇവിടെ 3 രീതിയിൽ നമ്മൾ എക്സ്പാൻഷൻ ഫോം പറയുന്നുണ്ട്. First one, arterial premature complex, activated protein C, aspirin. Arterial premature complex, activated protein C, aspirin, and phenacetin caffeine. Okay. Yes. ഇതെല്ലാം ഈ 3 എന്താണ്? ആസ്പിരിൻ, ഫെനാസിറ്റിൻ, കഫെയിൻ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇത് കോമ്പിനേഷൻ ഡ്രഗ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടുള്ള കോമ്പിനേഷൻ ഡ്രഗ് ആണത്? ആസ്പിരിൻ, ഫെനാസിറ്റിൻ, കഫെയിൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കോമ്പിനേഷൻ ഡ്രഗ്സിൽ വരുന്നതാണ്. എന്തിനാണ്? പെയിൻ റിലീഫ്സിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ് അല്ലെ. പെയിൻ റിലീഫിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ് ഈ ഒരു 3 കോമ്പിനേഷൻ. 3 ഡ്രഗ് കോമ്പിനേഷൻസ് ആണത്. ആസ്പിരിൻ,
ഫെനാസ്റ്റിൻ ആണ് കഫെയിൻ എന്ന് പറയുന്നത്. APCയുടെ എക്സ്പാൻഡഡ് ഫോംസ് ആണ് ഇത് മൂന്നും വരുന്നത് കേട്ടോ. ഓക്കെ, പറയാം. നെക്സ്റ്റ് AQ വാട്ടർ. AQ വാട്ടർ. ARDS പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ വെന്റിലേറ്റർ പഠിച്ചിട്ടുണ്ടോ? Acute respiratory distress syndrome. Acute respiratory distress syndrome ആണ് ARDS. ടിക്ക് ചെയ്യാം കേട്ടോ. ARDS, acute respiratory distress syndrome. ടിക്ക് ചെയ്യാം. ARDS, acute respiratory distress syndrome. Then ASA, aspirin. AS26, ASA, aspirin അല്ലെങ്കിൽ അസിറ്റൈസാലിസൈഡ് പറയും. ആസിഡ് എന്ന് പറയും കേട്ടോ. ആസ്പിരിൻ അല്ലെങ്കിൽ അസിറ്റൈസാലിക് ആസിഡ് എന്ന് പറയും. ആസ്പിരിൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗാണ് ആസ്പിരിൻ? പെയിൻ റിലീഫ് ആണ് അല്ലെ? AS stand for aspirin അല്ലെങ്കിൽ acetylsalicylic acid. Okay. Then 27 ടിക്ക് ചെയ്യാം. 27 ASAP, as soon as possible. പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 27 ASAP, as soon as possible. Then 28 ടിക്ക് ചെയ്യണം കേട്ടോ. 27 ടിക്ക് ചെയ്യാം. 28 ASHT, arteriosclerotic or atherosclerotic. Arteriosclerotic heart diseases ആണ്. ഇത് രണ്ടും എന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആർട്ടീരിയോസ്ക്ലീറോട്ടിക് എന്ന് പറയുന്നത് എന്ത് തരം അവസ്ഥയാണ്? രക്തധമനികളിലെ അത് കട്ടിയാവുന്ന അവസ്ഥയാണ്. അതിനെ കട്ടി കൂടുന്ന ഒരു അവസ്ഥയാണ് എന്ത്? ആർട്ടീരിയോസ്ക്ലീറോട്ടിക് എന്ന് പറയുന്നത്. നമ്മുടെ രക്തധമനികളിൽ ആർട്ടീരിയോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസിലെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് എന്ത്? അത്തീരിയോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിലെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ASHT ടിക്ക് ചെയ്യണ്ട, പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഏതാണോ മനസ്സിലായോ? Then AV or A/B. AV എന്താ? AV എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിയോവെൻട്രിക്കുലർ. സെക്കൻഡ് AV എന്ന് പറയുന്നത് എന്താണ്? A/B എന്ന് പറയുന്നത് എന്താണ്? ആർട്ടീരിയോ വീനസ് ആണ്. ആർട്ടിയോവെൻട്രിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? 29 നമ്മുടെ ഹൃദയത്തിലെ ആർട്ടിയോവെൻട്രിക്കുലർ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഹൃദയത്തിന്റെ മുകളിലെയും താഴെയുള്ള വാൽവുകളെയാണ്, ആ വാൽവുകൾ അറകളിലെ വാൽവുകൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ടിയോവെൻട്രിക്കുലർ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ വാൽവുകൾ കേട്ടോ. ദെൻ ആർട്ടിയോ വീനസ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിയോ വീനസ് എന്ന് പറയുമ്പോ താഴ്ഭാഗമാണ് അല്ലെ? ആർട്ടിയോ വീനസ് എന്ന് പറയുമ്പോൾ എന്താണ്? താഴ്ഭാഗം. അതായത് നമ്മുടെ ആർട്ടറിയെയും വെയിനെയും കണക്ട് ചെയ്യുന്ന കണക്ഷനെയാണ് പറയുന്നത് ആർട്ടറിയോ വീനസ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റേത് ഹാർട്ടിന്റെ വാൽവുകൾ. ഇത് ആർട്ടറിയെയും അല്ലെങ്കിൽ നമ്മുടെ വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് ആർട്ടിയോ വീനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പേജിൽ ഒന്നുകൂടി ടിക്ക് ചെയ്തത് നോക്കാം. 12 കറക്റ്റ് ആണോ? 12, 16, 21, 25, 27. 27. കറക്റ്റ് അല്ലേ? ടിക്ക് ചെയ്തത് എല്ലാവരും? നെക്സ്റ്റ് നോക്കാം. 13 BBP. ബണ്ടിൽ എന്താ വൃന്ദ? എന്തേടോ? ഒന്ന് 5 15 1 5 എന്നാ ചോദിക്കുന്നത്?
15 1 5 ആണോ പറയുന്നേ? എന്താ ചോദിക്കുന്നത്? വീണ്ടും പറയാനാണോ? ഒന്ന് എന്താണ് A and P, anatomy and physiology എന്നാണ് പറഞ്ഞതല്ലോ. ശരിയായിരുന്നില്ലേ? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബോഡി സിസ്റ്റം. ടിക്ക് ചെയ്യേണ്ടത് പറയാനാണോ? ടിക്ക് ചെയ്യേണ്ടത് ഓക്കെ. ABG, arterial blood gas. Then ACLS ആണ് പറഞ്ഞത്. 7th one ആണ്. 8ാമത് ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ACLS, അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് ആണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ BB. വൃന്ദ എവിടെയായിരുന്നു പറഞ്ഞപ്പോ? എല്ലാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്യണത്. 1 5 7. ആ 1 5 സോറി 1 5 7. ആ കറക്റ്റ് ആണ്. പറഞ്ഞില്ലല്ലോ ഞാൻ. ഓക്കെ, എല്ലാ പേജിലും കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണേ. അബ്രിവേഷൻസ് 9th മുതൽ 29 വരെ നോക്കിയേ. 12 16 25 27. കറക്റ്റ് ആണോടോ? ശ്രദ്ധിച്ചിരിക്കണേ. ആ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കേടോ. BBB നോക്കാം. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയാറുണ്ട് നമ്മള്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത് ഇവിടെ ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ താളം നിയന്ത്രിക്കുന്ന വൈദ്യുതി സിഗ്നൽസിൽ ഉണ്ടാകുന്ന തടസ്സത്തിനെയാണ് നമ്മൾ ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ ഹൃദയത്തിന്റെ താളം, അതായത് ഹാർട്ട് ബീറ്റ്സിന്റെ നിയന്ത്രിക്കുന്ന വൈദ്യുതി സിഗ്നൽസിന് തടസ്സം സംഭവിക്കുന്നത്, അതിനുണ്ടാകുന്ന തടസ്സത്തിനെയാണ് നമ്മൾ ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ടിക്ക് ചെയ്യാം കേട്ടോ. BBB ടിക്ക് ചെയ്യാം. ബണ്ടിൽ ബ്രാഞ്ച് ഓഫ് ബ്ലോക്ക് ഹാർട്ട് കണ്ടീഷൻ ആണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഇമ്പൾസസിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജസ് ആണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ഇമ്പൾസസിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജസ് ആണ് കേട്ടോ. മനസ്സിലായോ? 30. ഓക്കെ. Then 31 bid or BD. BID എന്ന് പറയുന്നത് അല്ലെങ്കിൽ bid. BD എന്ന് പറയുന്നത് കേട്ടോ. bid. Twice daily. ദിവസത്തിൽ 2 തവണ. Twice daily. ദിവസത്തിൽ 2 തവണ. ഓക്കെ. Then BKA. Below the knee amputation. Below the knee amputation. അതാണ് ചെയ്തിരിക്കൽ അല്ലേ? മുറിക്കുന്നതാണ്. കാൽമുട്ടിന്റെ താഴെ മുറിക്കുന്നതാണ്. Then 33 BM bowel movement. BM bowel movement ആണ് കേട്ടോ. നമ്മുടെ ഫീസസിന്റെ ഒരു പ്രോസസ് ആണ് കേട്ടോ. ബവൽ മൂവ്മെന്റ് അറിയാലോ. Then 34 BP blood pressure. 34 BP blood pressure. 34 ടിക്ക് ചെയ്യണേ. BP 34 ടിക്ക് ചെയ്യണേ. നമ്മൾ ഇങ്ങനെ ടിക്ക് ചെയ്ത് തന്നെ എന്തിനാന്ന് അറിയോ? ഇതില് ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറെ ഭാഗങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്യാണ്ടും പോകുന്നുണ്ട്. എല്ലാം കൂടി നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എന്തോരം ഉണ്ട്. സഫിക്സും പ്രിഫിക്സും അബ്രിവേഷൻ റൂട്ട് വേർഡ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ എല്ലാവരും പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതില് സെലക്ട് ചെയ്തിട്ട് മാത്രം ടിക്ക് ചെയ്ത് തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അത് ബാക്കി എല്ലാവരും പഠിക്കണ്ട എന്നല്ല പറയുന്നത്, അത് ഓർത്ത് വെക്കുക. നോക്കാം കേട്ടോ. Yes, 34 ടിക്ക് കേട്ടോ. Blood pressure. Then 35 BS, Bachelor of Science. 35 BS, Bachelor of Science. 36 BSA, Body Surface Area. Body Surface Area. 36 BSA stand for Body Surface Area. Then 37 BX, Biopsy. Biopsy അറിയാലോ. ടിഷ്യൂസിന്റെ ഒക്കെ സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്താ ബയോപ്സി എന്നറിയാം അല്ലെ? ക്യാൻസർ ഒക്കെ ക്യാൻസർ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബയോപ്സി പ്രൊസീജിയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ?
A stand for biopsy. 37 ടിക്ക് ചെയ്യാം കേട്ടോ. 37 BX biopsy ടിക്ക് ചെയ്യാം. 37ാമത്തത് ടിക്ക് ചെയ്യാം കേട്ടോ. Okay. Then 38 C width എന്നാണ്. C എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? Width എന്നാണ് കേട്ടോ. 38 C width. 39 ഡിഗ്രി സെൽഷ്യസ് കണ്ടിട്ടുണ്ടാവല്ലോ, അതല്ലേ സെന്റിഗ്രേഡിലെ ഡിഗ്രി സെൽഷ്യസ് ആണ്. 39 ഡിഗ്രി സെൽഷ്യസ്. Then 40 CA കാൽഷ്യം എന്ന് പറയാൻ പറ്റും. CA കാൽഷ്യം. 41 CA കാർഡിയക് അറസ്റ്റ് ടിക്ക് ചെയ്യാം കേട്ടോ. 41 ടിക്ക് ചെയ്യാം. CA കാർഡിയക് അറസ്റ്റ്. CA എക്സ്പാൻഷൻ എന്താണ്? കാർഡിയക് അറസ്റ്റ്. CA ടിക്ക് ചെയ്യാം കേട്ടോ. ഹാർട്ട് അറ്റാക്ക്. 42 CABG ടിക്ക് ചെയ്യാം. 42 ടിക്ക് ചെയ്യാം. CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറി ആണല്ലേ ഇത്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറി ആണ്. ബൈപ്പാസ് സർജറി കേട്ടിട്ടുണ്ടാവല്ലോ. ടിക്ക് ചെയ്യണം കേട്ടോ. 41 42 ടിക്ക് ചെയ്യാം. 43 ടിക്ക് ചെയ്യാം. 43 CAD കൊറോണറി ആർട്ടറി ഡിസീസസ്. CAD കൊറോണറി ആർട്ടറി ഡിസീസസ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൊഴുപ്പടിഞ്ഞത് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? കൊറോണറി ആർട്ടറി ഡിസീസസ് എന്ന് പറയുന്നത്. ബ്ലഡ് വെസൽസിൽ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, ടിക്ക് ചെയ്യണം കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസസ്. Then 44 ടിക്ക് ചെയ്യാം. CBC. CBC ടിക്ക് ചെയ്യാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? CBC. Complete blood count. 41, 42, 43, 44 നാലും ടിക്ക് ചെയ്യണം കേട്ടോ. 41 മുതൽ 44 വരെ ടിക്ക് ചെയ്യണേ. കറക്റ്റ് അല്ലേ? പിള്ളേരെ കറക്റ്റ് അല്ലേ? 41, 42, 43, 44. ഓക്കെ. Then 45 cc cubic centimeter. cc cubic centimeter unit of measurements of volume ആണ് കേട്ടോ. cc എന്ന് പറയുന്നത് എന്താണ്? cubic centimeter unit of measurements of volume. Okay. Then 46 CCO C/C. CCO C/C chief complaint കേട്ടോ. CC എന്താണ്? chief complaint ആണ്. 46 chief complaint. ടീച്ചർ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കുന്നില്ലേ? ക്ലിയർ ആയിട്ട് കട്ടായി പോകുന്നില്ലല്ലോ, ബ്രേക്ക് ആയി പോകുന്നില്ലല്ലോ? ഇതിൽ പറയണം കേട്ടോ. നമ്മുടെ ക്ലാസ് മാറ്റി, ആ ക്ലാസ്സിൽ മാറി. അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ. CCU 47 CCU coronary care unit. CCU എന്താണ്? coronary care unit. CCU coronary care unit. 48 CHF congestive heart failure. CHF എന്താണ്? congestive heart failure. ഇത് കേട്ടിട്ടുണ്ടോ? CHF നമ്മുടെ ഹാർട്ടിന് എഫിഷ്യന്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കൺജസ്റ്റീവ് ഹെർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഹാർട്ടിന്റെ പമ്പിങ് എബിലിറ്റീസ് കുറയുന്ന ഒരവസ്ഥയാണ് എന്ത്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ പമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ, അതിന്റെ എബിലിറ്റീസ് കുറയും. അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ CHF എന്ന് പറയുന്നത്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ. Then CI chloride. CI chloride. Then cm centimeter. cm centimeter. Then 51
ക്യൂബിക് സെന്റിമീറ്റർ. ഇതും അറിയാൻ പറ്റുമല്ലോ, സിഎമ്മും ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. യെസ്, ക്യൂബിക് സെന്റിമീറ്റർ. $52 CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. ടിക്ക് ചെയ്യാം കേട്ടോ, 52 ടിക്ക് ചെയ്യാം. CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീയ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ, കേന്ദ്ര നാഡീയ വ്യവസ്ഥ. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, CNS ടിക്ക് ചെയ്യാം കേട്ടോ, സെൻട്രൽ നെർവസ് സിസ്റ്റം. 52 ടിക്ക് ചെയ്യാം. ഒന്നുകൂടി ഈ പേജില് ടിക്ക് ചെയ്യാനുള്ള ഭാഗം ഒന്നുകൂടി നോക്കാം കേട്ടോ. ഈ ഒരു പേജില് 30, 34, 37, 41, 42, 43, 44, 52. കറക്റ്റ് ആണോ? വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ശരി, ഇനി 53 മുതൽ കേട്ടോ, 53 മുതൽ നോക്കാം. C/O, കംപ്ലൈനിങ് ഓഫ് കേട്ടോ. എക്സ്പാൻഷൻ എന്താണ് അതിന്റെ? CO, കംപ്ലൈനിങ് ഓഫ്. 54 CO, കാർഡിയാക് ഔട്ട്പുട്ട്. CO, കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട്? ആരെങ്കിലും അറിയാമോ? അതായത് ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന്റെ വോളിയമാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റിൽ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു വോളിയമാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കാൻ വേണ്ടി ചിലതിന്റെ മാത്രം പറഞ്ഞു തരുന്നു കേട്ടോ. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് ഒന്നും ഇല്ല പഠിക്കാൻ കേട്ടോ. ഇത് ഒരു മിനിറ്റിൽ ഹാർട്ടില് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു വോളിയം അല്ലെ, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Then 55 ടിക്ക് ചെയ്യാം. CO2, കാർബൺ ഡൈ ഓക്സൈഡ്. 55 CO2, കാർബൺ ഡൈ ഓക്സൈഡ്. ഭയങ്കര ചൂടായതുകൊണ്ടാണ് കോട്ട് ഇടാത്തത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. Then 50, 55 ടിക്ക് ചെയ്തോ. 55, 56 ടിക്ക് ചെയ്യാം. COLD, COLD, chronic obstructive lung diseases. COLD, chronic obstructive lung diseases. Yes. 57 ടിക്ക് ചെയ്യാം കേട്ടോ. COPD, chronic obstructive pulmonary diseases. Chronic obstructive pulmonary diseases. ടിക്ക് ചെയ്യാം കേട്ടോ. $55, $56, $57 ടിക്ക് ചെയ്യാം. രണ്ട് ഡിസീസസ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. ഓക്കെ, COPD, COLD ആണ് പോയത് കേട്ടോ. CP, ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യൂർ സെറിബ്രൽ പൾസി. പൾസി എന്നാണ് കേട്ടോ, പാൾസി അല്ല, പൾസി. ചെസ്റ്റ് പെയിൻ മൂന്ന് രീതിയിൽ എക്സ്പാൻഷൻ പറയുന്നുണ്ട്. ഒന്ന് CP സ്റ്റാൻഡ് ഫോർ ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ കെമിക്കലി പ്യൂർ സെറിബ്രൽ പൾസി. ഓക്കെ, CPR, cardiopulmonary resuscitation. Cardiopulmonary resuscitation. Yes. CPR അറിയാലോ, എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. Then 60
59 ടിക്ക് ചെയ്തോളൂ കേട്ടോ, മറന്നുപോയി. 59 ടിക്ക് ചെയ്തോളൂ. CPR, cardiopulmonary resuscitation. Then 60 CRNA, certified registered nurse anesthetist. CRNA ആരാണ്? certified registered nurse anesthetist ആണ് കേട്ടോ. 60 CRNA, certified registered nurse anesthetist. 61 CRT, capillary refill time catheter rate tube. Capillary refill time catheter rate tube. Okay. ഇത് നിങ്ങൾ കാപ്പിലറി റീഫിൽ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും എന്നറിയില്ല. കേട്ടിട്ടുണ്ടോ? നമ്മള് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റാപ്പിഡ് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് അല്ലെ? പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ. നമ്മളെ ഡീഹൈഡ്രേഷൻ പോലെ അല്ലെങ്കിൽ അമിത രക്തസ്രാവം ഒക്കെ നമുക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഡോക്ടേഴ്സ് നമ്മുടെ നെയിൽ പെട്ടില്ലേ, നെയിൽ പെട്ട് എന്ന് പറയുന്നത് നമ്മുടെ നഖമുള്ള ഒരു ഭാഗം, ഇവിടെ ഒരു 1 to 2 seconds ഒക്കെ പ്രസ് ചെയ്ത് പിടിക്കും. പ്രസ് ചെയ്ത് പിടിക്കും. നെയിൽ പെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നഖത്തിന്റെ അറ്റ ഭാഗമാണ്. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 2 seconds കഴിയുമ്പോൾ എന്താണ്, 2 seconds കഴിയുമ്പോൾ കൈ വിട്ട് നോക്കുമ്പോ ഇവിടെ ഒന്നില്ലെങ്കിൽ വൈറ്റ് കളറോ റെഡ് കളറോ കാണാൻ പറ്റും. വൈറ്റ് കളർ ആണെങ്കിൽ എന്താണ്, ബ്ലഡ് ഫ്ലോസ് ഇല്ല എന്ന് അറിയാൻ പറ്റും. റെഡ് കളർ ആണെങ്കിൽ എന്താണ്, ബ്ലഡ് ഫ്ലോസ് നല്ല രീതിയിൽ ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബ്ലഡ് ഫ്ലോസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെയിൽ ബെഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് കാപ്പിലറി ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇത് നമ്മുടെ ശരീരത്തിന്റെ രക്തയോട്ടം നോക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. മനസ്സിലായോ? യെസ്. ഒരു റാപ്പിഡ് ക്ലിനിക്കൽ അസസ്മെന്റ് ആണ് കേട്ടോ CRT എന്ന് പറയുന്നത്. Then CSF അറിയാമല്ലോ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. നമ്മുടെ മെനിഞ്ചേസിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് അല്ലെ. CSF എന്ന് പറയുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. CSF മെനിഞ്ചേസിന്റെ അകത്തുള്ള ഒരു ഫ്ലൂയിഡിനാണ് നമ്മൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. Then 63 CSM, carotid sinus massage or cerebrospinal meningitis. CSM എന്താണ്? carotid sinus massage അല്ലെങ്കിൽ cerebrospinal meningitis. Okay. Then 64 CVM എന്നാണോ കിടക്കുന്നത്? CVM എന്നാണോ CVA എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റില്? CVA ആണ് കേട്ടോ. സെറിബ്രോ വസ്കുലർ ആക്സിഡന്റ് ആണ് CVA. ഓക്കെ, ഇവിടെ എന്നാണ് PDF കിടക്കുന്ന. CVA എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രോ വസ്കുലർ ആക്സിഡന്റിനെയാണ് നമ്മൾ CVA എന്ന് പറയുന്നത്. ഓക്കെ, 65 ടിക്ക് ചെയ്യാം. 65 ടിക്ക് ചെയ്തേ. CVP, സെൻട്രൽ വേനസ് പ്രഷർ. The pressure inside the vein. Yeah, central venous pressure inside the vein. Okay, CVP. Then 66 CXR, chest X-ray. CXR, chest X-ray. 66 take CXR തന്നെയല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയേ, കറക്റ്റ് ആണോ നോക്കിയേ. Then D&C, dilation and curettage. D&C കേട്ടിട്ടുണ്ടല്ലോ നമ്മള് അല്ലെ. D&C procedures, remove tissues from the uterus അല്ലെ. Yes. മെഡിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. D&C എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊസീജിയർ ആണ്. നമ്മള് ഏത് ടൈമിലാണ് ചെയ്യുന്നത്? D&C പ്രൊസീജിയർ ആവശ്യമായി വരുന്ന ഒരു സിറ്റുവേഷൻ ഏതാണ് അറിയാമോ? ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആവശ്യമായിട്ട് വരുന്ന പ്രൊസീജിയർ എന്താണ്?
പ്രഗ്നൻസി ഒക്കെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസിയിൽ നോർമലി നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കുറവാണെങ്കിൽ DNC ചെയ്യാറുണ്ട് അല്ലെ? ആഫ്റ്റർ അബോർഷൻ ആണ്. ഓക്കെ, 67 ടിക്ക് ചെയ്യാം കേട്ടോ. 67 ടിക്ക് ചെയ്യാം. ഡയലേഷൻ ആൻഡ് curettage. It's a medical procedure ആണ് കേട്ടോ. Used to remove tissues from the uterus. Then T and C. ഇതെന്താണ്? Discontinue. T and C stand for discontinue. ഇത് ഡയലേഷൻ ആൻഡ് ക്യൂരിറ്റേഷൻ അതിന്റെ പ്രൊസീജിയർ ആണ്. DNC എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസ്കണ്ടിന്യൂ. നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നില്ല അല്ലെ ആരും. പല കാരണങ്ങൾ കൊണ്ടാണ് DNC നമ്മൾ ചെയ്യുന്നത് അല്ലെ? ചെയ്തവർക്ക് അറിയാൻ പറ്റും. Then 69 DIF stand for differential. Differential. 69 differential. Okay. Then 70 digoxin. Dic എന്താണ്? ഡിഗോക്സിൻ ആണ്. ഒരു മെഡിസിൻ ആണ് കേട്ടോ, മരുന്നാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മള് ഹാർട്ട് സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഡിഗോക്സിൻസ് പോലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഹാർട്ടിന് സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസിന്റെ കാറ്റഗറിയാണ് എന്ത്? മെഡിസിൻ ആണ് ഡിഗോക്സിൻ എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെഡിസിൻ ആണ് കേട്ടോ. ഡിക് സ്റ്റാൻഡ് ഫോർ ഡിഗോക്സിൻ. മനസ്സിലായില്ലേ? ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് എന്താ പറയാ സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടി കഴിക്കുന്ന മരുന്നാണ് ഡിഗോക്സിൻ കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്? മിണ്ടാതിരിക്കുമെന്ന് ചോദിച്ചാൽ കേട്ടോ. നെക്സ്റ്റ് വൺ 71 DM ഡയബറ്റിക്സ് മെലിറ്റീസ്. ഡയബറ്റിക്സ് മെലിറ്റീസ് അറിയാലോ, പ്രമേഹം. 72 ടിക്ക് ചെയ്യാം കേട്ടോ. DOA 72 ടിക്ക് ചെയ്തേ. DOA ഡെത്ത് ഓൺ അറൈവൽ. എത്തുന്നതിന് മുൻപേ മരിക്കുന്നത് അല്ലെ? ഡെത്ത് ഓൺ അറൈവൽ. DOA എന്നതിന് മുൻപായിട്ട് മരിക്കുന്നത്. DOA ഡെത്ത് ഓൺ അറൈവൽ. 72 ടിക്ക് ചെയ്യാം. Then 73 DOE. DOE എന്താണ്? Dyspnea or exertion. Dyspnea or exertion. Breathing difficulty ആണ് കേട്ടോ. Okay. Dyspnea or exertion എന്ന് പറയുന്ന breathing difficulty. Then DON ടിക്ക് ചെയ്യാം കേട്ടോ. DON ടിക്ക് ചെയ്യാം. Director of Nursing. 74 ടിക്ക് ചെയ്യാം. DON Director of Nursing. 74 DON Director of Nursing. നമ്മൾ ഈ പേജിൽ ഒന്നുകൂടി ടിക്ക് ചെയ്ത് ഒന്നുകൂടി നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചേ. 55 56 57 59 65 66 67 72 74. ഒന്നുകൂടി നോക്കിയേ. 55 56 57 59 65 66 67 72 74. കറക്റ്റ് അല്ലേ? ഓക്കെ. കറക്റ്റ് ആണോ? ഓക്കെ, ശരി. Next one 75 നോക്കാം. DOC DOS dead on scene. Dead on
P, D, OS stand for, OS stand for ടിക്ക് ചെയ്യാം 75 ടിക്ക് ചെയ്യണേ. സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്ന് പറയില്ല നമ്മൾ രക്താംശം, സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടത്, മരിച്ചത്. DOS ടിക്ക് ചെയ്യാം കേട്ടോ. 76 ടിക്ക് ചെയ്യാം. 76 ടിക്ക് ചെയ്ത് DPT. DPT കേട്ടിട്ടുണ്ടാവല്ലോ നിങ്ങൾ അല്ലെ? എന്താണ് DPT വാക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. Diphtheria, pertussis and tetanus toxoid vaccine. Diphtheria എന്ന് പറയുന്നത് എന്താണ്? തൊണ്ടമുള്ള എന്നൊക്കെ പറയുന്നത് അല്ലെ? തൊണ്ടമുള്ള. പെർtussis എന്ന് വെച്ചാൽ വില്ലൻ ചുമ. ഓക്കെ, ടെറ്റനസ് നമ്മള് ലോക്ജോ എന്നൊക്കെ പറയും, കുതിരസന്നി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് DPT എന്ന് പറയുന്നത്. DPT ബൂസ്റ്റർ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്. നമ്മുടെ നാഡീ വ്യവസ്ഥനെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ്. ഓക്കെ, DPT stand for diphtheria, pertussis and tetanus toxoid vaccine. 76 ടിക്ക് ചെയ്യാം കേട്ടോ. 75 ഉം 76 ടിക്ക് ചെയ്യണേ. Then 77 DST, that dry sterile dressing. 77 DST stand for dry sterile dressing. Then DTAP. ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതിൽ വ്യത്യാസമുണ്ട്. DPT ആണ് ഇവിടെ എന്താ വരുന്നത്? DTAP. ഇതൊക്കെയാണ് D for diphtheria, T for tetanus toxoids and A for acellular pertussis vaccine. കേട്ടോ, acellular pertussis vaccine ആണ് DTAP. ടിക്ക് ചെയ്യണ്ട കേട്ടോ, DPT മാത്രം ടിക്ക് ചെയ്താൽ മതി. Okay. Then 79 ടിക്ക് ചെയ്യാം. 79 എന്താണ് വ്യത്യാസം? Diphtheria, tetanus toxoids and pertussis vaccine ആണ് കേട്ടോ. DTP എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? DPT ആണ് diphtheria, pertussis and tetanus toxoid vaccine എന്ന് പറയുന്നത്. DTP എന്താണ്? Diphtheria, tetanus toxoid and pertussis vaccine. ഇത് ചോദ്യം വരുമ്പോൾ അങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത് കേട്ടോ. DTP മാറിപ്പോകരുത്, നോക്കി പഠിക്കണേ. 76 ഉം 79 ഉം വാക്സിൻസ് ആണ് അതിനകത്ത് കേട്ടോ. ഓക്കെ, ക്ലിയർ? 76 ഉം 79 ഉം നന്നായിട്ട് പഠിക്കുക, മാറി പോകരുത് കേട്ടോ. ഓപ്ഷൻസ് ആണെന്നല്ലോ ഒരേപോലെ തോന്നും, അപ്പൊ അതൊന്ന് വ്യക്തമായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കുക കേട്ടോ. എക്സ്പാൻഷൻ പഠിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് പഠിക്കുക. 80 DTS. Delirium tremens. ഇതൊരു അവസ്ഥയാണ്, ഇതൊരു കണ്ടീഷനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മള് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടാവും. നമ്മുടെ ഈ അമിതമായിട്ട് ദീർഘകാലമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരില്ലേ, അവര് മദ്യപാനം നിർത്തുമ്പോ കുറച്ച് അവസ്ഥകൾ നമ്മൾ കാണാറില്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് മദ്യപിച്ചിരുന്ന ഒരാള് എന്താണ്, അത് നിർത്തുന്ന സമയത്ത്, അതായത് കഠിനമായിട്ട് മദ്യപാനം ചെയ്തിരുന്ന ആൾക്ക് അത് നിർത്തുന്ന സമയത്ത് ശരീരത്തിന് പല രീതിയിലുള്ള വേരിയേഷൻസ് സംഭവിക്കും. എന്തൊക്കെ ഉണ്ടാവും? വിറയല്, ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഭ്രമം, അല്ലെങ്കിൽ വിറയ്ക്കുക. അവര് കൈയും കാലൊക്കെ വിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ? നമുക്ക് സിനിമയിലും വീഡിയോയിലും കണ്ടിട്ടില്ലേ? രാവിലെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൈ വിറയ്ക്കുന്നത് പറയില്ലേ? ആരിതൊക്കെ കാണും? ആ ഒരവസ്ഥയാണ് കേട്ടോ ഡെലിരിയം ട്രെമനസ് എന്ന് പറയുന്നത്. അമിത ദീർഘകാലമായിട്ട് മദ്യപിച്ചിരിക്കുന്ന ഒരാള് മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ആളുടെ കണ്ടീഷൻസ് ആണ് അതിൽ വരുന്നത് കേട്ടോ. ആ മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ആളുടെ ശരീരത്തിന് സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഡെലിരിയം ട്രെമനസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? DTS മനസ്സിലായോ? Then DBT. T venous thrombosis. DBT. Sorry, 18 ടിക്ക് ചെയ്തോ നിങ്ങള്? 18 ടിക്ക് ചെയ്തോ? ഇല്ലല്ലോ, ചെയ്യട്ടോ. 18 ടിക്ക് ചെയ്തേ. DTS ടിക്ക് ചെയ്യണേ. യെസ്. നെക്സ്റ്റ് DBT എന്ന് പറയുന്നത് എന്താണ്? ഡീപ് വീനസ് ട്രോംബോസിസ് എന്ന് പറയുന്നത് ഏരിയയിലെ ബ്ലഡ് ക്ലോട്ട്
ക്ലോട്ട് ഉണ്ടാവുന്ന അവസ്ഥയാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത്. വെയിനില് ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു അവസ്ഥയാണ് ഡീപ് വെയിനസ് ത്രോംബോസിസ് എന്ന് പറയുന്നത്. DVT. DVT, deep venous thrombosis. Then 82, D5W, dextrose 5% in water. എന്ന് പറയുന്നത് നമ്മുടെ IV സൊല്യൂഷൻ ആണ് കേട്ടോ. D5W എന്ന് പറയുന്നത് dextrose 5% in water IV solutions ആണ്. ട്രിപ്പിടാൻ വരുന്ന IV solutions ഇല്ലേ? 82. Then 83 decade. 83 diagnosis. 83 diagnosis. 83 diagnosis. 84 ECG, electrocardiogram. ECG, electrocardiogram. ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ECG, electrocardiogram. Then 85. 84 pick ചെയ്യാട്ടോ. 84 pick ചെയ്തേ. 84 pick ചെയ്യേ. ഇലക്ട്രോകാർഡിയോഗ്രാം ECG. 85 എന്താണ്? ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുള്ളതല്ലേ നമ്മൾ. 85 എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. 85 വരെ. 85 വരെ എടുത്തിട്ടുള്ളൂ. ഈ പേജിൽ അബ്രിവേഷൻസ് പിക്ക് ചെയ്തതൊന്ന് നോക്കാം കേട്ടോ. 75, 76, 79, 80, 83, 84. Correct ആണോ? 75, 76, 79, 80, 83, 84. ഓക്കെ, ക്ലിയർ ആണോ? അവിടെ വരെ എടുത്തിട്ടുള്ളൂ. 85 വരെ ഒന്ന് ഓർത്ത് വെക്കണേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ ഇല്ലാത്ത ക്ലാസ്സുകളൊക്കെ കയറേണ്ടി വരും. അപ്പോ അങ്ങനെ എടുത്ത് നമുക്ക് തീർക്കാം. റൂട്ട് വേർഡ് കംപ്ലീറ്റ് ചെയ്തല്ലേ? അബ്രിവേഷൻസ് ആണ് കൂടുതലുള്ളത്. നമുക്ക് 327 അബ്രിവേഷൻസ് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് നമ്മള് 85 ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. 327 പഠിക്കാനുണ്ട്. 85 നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ, ചെക്ക് ചെയ്തതൊന്ന് ഓർത്ത് പഠിക്കാം കേട്ടോ. ചെക്ക് ചെയ്തത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. നേരത്തെ നിർത്തുന്ന ഒന്നുമല്ല, നിങ്ങൾ ആ റൂട്ട് വേർഡ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ബോറടിക്കും. എടുക്കുന്ന ആൾക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ബോറടിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നാളെ ഉണ്ടല്ലോ ക്ലാസ്. താങ്ക് യു.